എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, ഒരു കുടുംബജീവിതത്തിൽ ലൈംഗികത അല്ലെങ്കിൽ സെക്ഷൽ ലൈഫിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു, ഉദാഹരണം സഹിതം. സ്ത്രീയും പുരുഷനെന്ന് പറഞ്ഞാൽ പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ അവർക്കിടയിൽ ഒരു ഇൻറ്റിമേസി ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബത്തിൽ അച്ഛനും അമ്മയും തമ്മിൽ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബം ശരിയായ അർത്ഥത്തിൽ പൂർണ്ണമായിട്ട് പോവുള്ളൂ. അപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നാം അംഗീകരിക്കുന്ന ഒരു ജീവിത പങ്കാളി, നാം ഇഷ്ടപ്പെടുന്ന, നമ്മൾ പരസ്പര ആരാധനയുള്ള എന്ന് തന്നെ പറയാം. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മളെപ്പോഴും വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ശരീര ശുചിത്വമാണ്. ശാരീരിക ശുചിത്വം വളരെ പ്രാധാന്യമേറിയ കാര്യമാണ്. ഒരു മോശമായ ഒരു ബാഡ് സ്മെല്ലോ അല്ലേ, ഒരു ദുർഗന്ധമോ വേർപ്പ് നാറ്റമോ അല്ലെങ്കിൽ വായനാറ്റവും പോലും പങ്കാളിയെ ചെറിയൊരു വിഷിപ്പ് അല്ലെങ്കിൽ ഒരു അരോചകമായി തോന്നാൻ ഇടവരുത്തും. അതൊക്കെ നമ്മുടെ ബന്ധങ്ങളിലൊക്കെ പാളിച്ചകൾ, വിള്ളലുകൾ സൃഷ്ടിക്കാൻ ഇടയുള്ള കാരണങ്ങളാണ്. അതൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. കല്യാണം കഴിഞ്ഞു കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പൊതുവെ സ്ത്രീകൾ അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കാത്ത വളരെ അലസമായിരിക്കുന്നൊരു രീതിയിലേക്ക് വരും. പക്ഷെ അപ്പോഴും ആ പുരുഷന്മാർക്കത്, ഭർത്താക്കന്മാർക്ക് ഒരുപാട് അരോചകമായി തോന്നാം. അപ്പോൾ സ്ത്രീയായാലും പുരുഷനായാലും ശുചിത്വം പാലിക്കുന്നതോടൊപ്പം നമ്മുടെ സൗന്ദര്യബോധം ഉള്ളവരായിരിക്കണം. എപ്പോഴും വളരെ സൗന്ദര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മളെ ബെസ്റ്റ് എന്താണ് ആ ഒരു രീതിയിൽ വേണം എപ്പോഴും പെരുമാറാനും. അതുപോലെ തന്നെ നമ്മളെ ഡ്രസ്സായാലും എല്ലാ കാര്യത്തിലും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശാരീരിക ശുചിത്വത്തിന് വളരെ പ്രാധാന്യമാണ്. പിന്നെ നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു മാന്യതയും ഒരു പരസ്പര ബഹുമാനവും, പിന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം. നമ്മൾ ഏതൊക്കെ രീതികൾ എനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇഷ്ടമാണ്, കൂടുതൽ നമ്മൾക്ക് സുഖം കിട്ടുന്ന രീതി ഏതാണ്, ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്ന പലരെയും എനിക്കറിയാം. തീർച്ചയായും ഇത് വളരെ ആരോഗ്യകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ആരോഗ്യകരമായ ലൈംഗിക ജീവിതം നയിക്കുന്നവർക്കാണ് ഇത്രയും സംതൃപ്തരായി മുന്നോട്ട് നീങ്ങാനാവും. പലപ്പോഴും തുറന്നു പറയാൻ പറ്റാത്തതിൻ്റെ പേരിൽ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ നിൽക്കും. ഒരുപക്ഷെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ പോലും പുറമേ നിന്നുള്ളതാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയുടെ ഭാഗത്തുനിന്നാവാം, പോലും അതൊരു ദേഷ്യമായിട്ടൊരു എതിരാളിയുടെ ദേഷ്യമായിട്ട് മാറുന്ന, വിരോധമായിട്ട് മാറുന്നൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും അവസരങ്ങൾ സൃഷ്ടിക്കാതെ അതിനെയൊക്കെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യും. പരസ്പര പൂരകങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആണിന് വേണ്ടി പെണ്ണും പെണ്ണിന് വേണ്ടി ആണും എന്തിനും തയ്യാറാകുന്ന അവസ്ഥ. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അപ്പം നമ്മുടെ സംതൃപ്തിയിലും ഉപരി എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ എങ്ങനെ ആയിരിക്കണം ഏറ്റവും സംതൃപ്തിയായിട്ട് മാറുക എന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ ഭാഗത്ത്. അങ്ങനെയാകുമ്പോൾ അത് അടിയുറച്ച ബന്ധമായിട്ട് തീവ്രമായിട്ട് മാറും. നമ്മൾ പറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന്. തീർച്ചയായും ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ നമ്മളുടെ മാനസിക ശാരീരിക അടുപ്പക്കുറവ് തന്നെയാണ്. പിന്നെ പലരുമുണ്ട് ഒരു കർമ്മം നിറവേറ്റുന്ന രീതിയിൽ അങ്ങനെ ഒരു കർമ്മം നിറവേറ്റി പോകുന്ന ആളുകൾ. അതിലൂടെ നമുക്ക് കൂടുതൽ വെറുപ്പ് തോന്നാനാണ് സാധ്യത. അതിലുപരി അതിനെ ജീവിതമാണ് നമ്മൾ ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആസ്വദിക്കാൻ മാക്സിമം ആസ്വാദ്യകരമാക്കാൻ ഉള്ള ശ്രമങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്തുനിന്നുണ്ടാവുകയാണെങ്കിൽ ഈ ജീവിതം നമുക്ക്
സർവ്വതുല്യം ആക്കാം. ഇതിലൊരു അഭിമാന പ്രശ്നത്തിൻ്റെ പ്രശ്നം അങ്ങനെ ആയിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് മാത്രമാണ്. മൂന്നാമതൊരാളും അതിൻ്റെ ഇടയിൽ വരില്ല നിങ്ങൾ നന്നാക്കാനും ശരിയാക്കാനും. അപ്പോൾ ഒരു പങ്കാളിയുടെ ജീവിത പങ്കാളിയുടെ കുറ്റവും കുറവും നന്മകളും തിന്മകളും അല്ലെങ്കിൽ വികൃതങ്ങളും എല്ലാം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിത പങ്കാളിക്ക് മാത്രമേ അറിയൂ. അത്രയും അറിയുന്ന ആരും വേറെ ഉണ്ടാവില്ല. അപ്പോൾ അത് തിരുത്താനും പറഞ്ഞ് മനസ്സിലാക്കാനും അവർക്ക് മാത്രമേ സാധിക്കൂ. പക്ഷേ പറയുന്ന രീതിയുണ്ട്. വിഷമം തോന്നാത്ത രീതിയിൽ, നമ്മളോട് വെറുപ്പ് തോന്നാത്ത രീതിയിൽ സാവധാനം പറഞ്ഞ് അവർ മാത്രമുള്ളൊരു സ്വകാര്യതയിൽ പറഞ്ഞ് മനസ്സിലാക്കൽ ഒരു പക്ഷേ ജീവിതം വളരെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതേസമയത്ത് നമ്മൾ അതിന് മുമ്പിൽ വെച്ചിട്ട് അത് കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ പലതും പറയാമല്ലോ, എവിടെയും തട്ടാതെ സൂചിപ്പിക്കുക, സൂചനകൾ മാത്രം കൊടുക്കുക, അങ്ങനെ ആകുമ്പോൾ അതൊക്കെ പ്രയാസമാവും. ഇവർ തന്നെ പറയേണ്ടതാണ്. പറയുന്ന രീതി മാനസികമായിട്ട് അവരെ വേദനിപ്പിക്കാതെ അവർക്ക് ഇങ്ങനൊരു ഫീൽ ചെയ്യാത്ത രീതിയിൽ അവരുടെ എന്താ പറയുന്നത് അഭിമാനം അതിന് ക്ഷതമേൽക്കാതെ. പുരുഷന്മാർക്ക് പ്രത്യേകിച്ചും ഭയങ്കര ദുരഭിമാനികളാണ്. അവർക്കൊക്കെ അങ്ങനെ പല കാര്യങ്ങളും ഉൾക്കൊള്ളാനും താങ്ങാനൊന്നും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട രീതി, ഇനി അഥവാ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണുക. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ഈ കാര്യങ്ങളൊക്കെ അത് പറയേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതമൊക്കെ വളരെ സുന്ദരമായിട്ട് മാറും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ആരോഗ്യം വളരെ നന്നായിരിക്കും. നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. നമ്മുടെ ആരോഗ്യം ഇതൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയാൽ മാത്രമേ ശരീരത്തിനും മനസ്സിനും എല്ലാം സുഖവും സംതൃപ്തിയാവുള്ളൂ. നമ്മൾ പല ഭർത്താക്കന്മാരെ കൊണ്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? അവരുടെ ഈ ഇത്രയും വളരെ പ്രായമായിട്ടും അവർ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ നമുക്ക് കൊതി വന്നു, ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് അല്ലേ? ചില ആളുകൾ ഭാര്യയെ മറ്റുള്ളവരെ മുമ്പ് കണ്ടാൽ മൈൻഡ് ചെയ്യാത്തവർ നിൽക്കും. അപ്പോൾ അവർ സംസാരിക്കാനും അവരുമായിട്ട് തമാശകൾ പറയാനൊക്കെ ഒരു നാണക്കേട് പോലെ കണക്കാക്കുന്ന ആളുകളും ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മളാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ പാർട്ട്ണറാണ്, നമ്മുടെ ലൈഫ് പാർട്ട്ണറാണ്. ആ ഒരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ടും ചെയ്യുന്നതുകൊണ്ടും വിരോധമൊന്നുമില്ല. മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തതിൽ ഇതുപോലെ ഉള്ള പല വശങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സൈനിക സുരേഷ് പുന്നൂർ, പൂനെ.